അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല ആലിഹി വസഹബി അജ്മായിൻ അമ്മാബാദ്. സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അതിൽ വളരെ സവിശേഷമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട് എന്നത്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി എന്നൊരു ആപ്തവാക്യവുമായാണ് നാം സ്നേഹക്കൂട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ കുടുംബങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടിലും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ KP സയ്യിദ് സാറാണ്. ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് നല്ല അനുഭവജ്ഞാനമുള്ള ഒരു മാന്യ വ്യക്തിയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂകൾ, സമകാലികമായും അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭർത്താക്കന്മാർ ഭാര്യമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നല്ല ഒരു ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ സ്നേഹക്കൂടിൽ ഒരുപാട് വിഷയങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തു വരുന്നത്. അവിടെ രക്ഷിതാക്കളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പഠനം, കോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെയും അതുപോലെ തന്നെ ലൈവ് കൗൺസിലിങ്ങിലൊക്കെ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം ഭാര്യമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. ഭാര്യമാർ എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളാണല്ലോ അവർ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അത് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. ആ ഒരു മേഖലയിലൂടെ നമുക്കിന്ന് ഒരു ഭാര്യ പ്രത്യേകിച്ച് ഒരു പ്രസവശേഷം അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ, അത് മുഖേന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ഒരുപാട് ഇഷ്യൂകൾ, അത് ഒന്ന് ചർച്ചയ്ക്കെടുത്താൽ നന്നാവില്ലേ? എന്താണ് അതിനെക്കുറിച്ചൊരു ആമുഖം? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സാധാരണ പറയാറുണ്ട്, സ്ത്രീകൾ തന്നെ പറയാറുണ്ട്, നിങ്ങളെപ്പോഴും പുരുഷന്മാരെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ അനുകൂലിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, ഇതിൻ്റെ ഭാരം, ഇത് പലപ്പോഴും പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പരാതി സ്ത്രീകളുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്നേഹക്കൂടിൽ ഈ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്തത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ ഒരു രംഗത്ത് ഇപ്പോൾ ലൈവ് കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വിഷയങ്ങൾ, ചില വിഷയങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്കിലൂടെ വീണ്ടും ഒരുപാട് ഉപചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രസവശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമത്, ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ ആ ഒരു രക്ഷാകർതൃത്വം 90% നിർവഹിക്കേണ്ടി വരുന്നത് ഉമ്മമാരാണ്, അഥവാ ഭാര്യമാരാണ്. അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ. അപ്പോൾ ഈ മേഖല എനിക്ക് തോന്നുന്നു ഓരോന്നായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്ത് പോകാൻ തോന്നുന്നു. ഒരു സ്ത്രീ അവള് ഒരു കുടുംബിനിയാവുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ ജിഹാദാണ്. അതെ, ഒരു വലിയ പോരാട്ടത്തിൽ കൂടിയാണ് അവർ യഥാർത്ഥത്തിൽ ഒരു കുടുംബിനിയാവുന്നത്, ഒരു ഭാര്യയാവുന്നത്. കാരണം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് അവൾ പറിച്ചു നടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകളെ അവൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഭർത്താവിനെ മുൻ പരിചയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വ്യക്തിത്വം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഭർത്താവിനെ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. ഭർത്താവിന്റെ ഉമ്മ, ഉപ്പ, അതുപോലെ ഭർത്താവിന്റെ അനിയനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രദർ ഉണ്ടെങ്കിൽ, ഒരു കുടുംബ വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുടെ സംസ്കാരം, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, ഇതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിലൊക്കെ ഒരു വലിയ റോള് ഒരു പെണ്ണിനുണ്ട്. പ്രത്യേകിച്ച് ഗർഭം ധരിച്ച് പ്രസവം നടന്നതിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും അത് അൺനോട്ടീസ്ഡ് ആണ്, ആരും അത് ചർച്ച ചെയ്യാറില്ല, പറയാറുമില്ല. അതുപോലെ സ്ത്രീകളുടെ ആംഗിളിൽ കൂടി, സ്ത്രീയുടെ ഭാഗത്ത് കൂടി അതിനെ നിരീക്ഷിക്കപ്പെടുന്നില്ല. ഇത് സത്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ പുരുഷ സമൂഹത്തിന്, ഭർത്താക്കന്മാർക്ക് സ്ത്രീകളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രധാനമായും അവര് ബോഡി ഷെയ്മിങ്ങിന് വിധേയമാവുന്നു. ബോഡി ഷെയ്മിങ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കാരണം ഒരു പെണ്ണ് അവൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ അവൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്നാൽ അവളുടെ നിയന്ത്രണത്തിൽ വരാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗർഭധാരണം നടന്നു, പ്രസവം നടന്നു,
അത് 1-2 പ്രസവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാരണം ഒരു പുതിയ ജന്മത്തെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രോസസ്, ഒരുപാട് പ്രക്രിയകൾ അവിടെ കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് പെണ്ണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഭാര്യയെ ഒരു ഉമ്മ എന്നുള്ള ഒരു പൊസിഷൻ നിർവഹിക്കുന്ന, ആ ഉദാത്ത ധർമ്മം നിർവഹിക്കുന്ന വളരെ മഹനീയമായ ഒരു കടമയാണ് അവർ നിർവഹിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ടാണ് അവിടെ അവൾക്ക് കിട്ടേണ്ടത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു പുതിയ കുട്ടിയെ പാരന്റ് ചെയ്യുമ്പോൾ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് ബദൽ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഷെയിം ചെയ്യപ്പെടുക, ബോഡി ഷെയിം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് അവളിൽ വലിയ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കും. പ്രത്യേകിച്ച് അവൾ തടി കൂടിയിട്ടുണ്ടാവും. നമുക്കറിയാലോ, സാധാരണഗതിയിൽ ഒരു പ്രസവം കഴിഞ്ഞാൽ പ്രസവ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെണ്ണൊന്ന് തടി കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഈ തടി കൂടിക്കഴിഞ്ഞാൽ ആ തടി കൂടിയതൊരു പ്രശ്നമായി അവതരിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇത് പലപ്പോഴും ഒരു കമന്റായിട്ട് പറയുമ്പോൾ ഭർത്താവ് ചിന്തിക്കുന്നില്ല ഇത് അവളെ എത്രത്തോളം മാനസികമായി തകർക്കുന്നുണ്ട് എന്ന്. കാരണം ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ എന്നുള്ള ഫാക്ടർ തന്നെ അല്ലെ. അമ്മായിമ്മയുടെ ഫാക്ടർ എത്ര നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും സ്ത്രീകൾക്കിടയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യം ഏതാന്ന് വെച്ചാൽ അമ്മായിമായിരിക്കും. ഒരു പൈതൃകമായി എന്തോ കിട്ടിയതുപോലെയാണ് കേരള സമൂഹം ഇന്നും ആ ഒരു സ്ഥാനത്തിന് കാണുന്നത്. അമ്മായി അമ്മ മരുമകൾ പരസ്പരം പോരടിക്കേണ്ടവരാണ്, അവർ പോരടിച്ചെങ്കിലേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ എന്നൊരു മിഥ്യാധാരണ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കിടയിൽ ഉണ്ട് എന്നതൊരു ദുഃഖകരമാണ്. അത് തന്നെ ആയിരിക്കും ഇന്ന് ഇപ്പോ വളർന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയ ഗേൾസ് അല്ലെ, വിദ്യാസമ്പന്നരാണ്, ഉയർന്ന സ്ഥാപനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പലപ്പോഴും വിവാഹത്തോട് നോ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അമ്മായിമ്മ എന്ന ഫാക്ടറിനെ എങ്ങനെ ഫേസ് ചെയ്യും. കാരണം സ്വാതന്ത്ര്യ ബോധത്തോടു കൂടി സ്വന്തമായ ഒരു ജോലി, സ്വന്തമായ പഠനം, സ്വന്തമായ വരുമാനം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവരുടെ ഉമ്മ, അതായത് അവരുടെ ഉമ്മ അമ്മായിമ്മയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ അത് ലൈവായി കാണാൻ ഇടവന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ തീരുമാനിക്കുകയാണ്, ഞാൻ എന്തിനാ ഇത്തരത്തിലുള്ള കാര്യത്തിന് പോകുന്നത്, ഇതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടി അവളൊരു ഉമ്മയാവുന്ന ഘട്ടത്തിൽ അവൾക്ക് വേണ്ട മാനസിക പിന്തുണ, ശാരീരിക പിന്തുണ ഇത് പൂർണ്ണമായും നൽകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ആ ഭർത്താവിനുണ്ട്. അപ്പൊ ആ ഭർത്താവ് അത് കൊടുക്കുന്നതിന് ബദൽ അവളെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. ഈ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ മാനസിക പിരിമുറുക്കം ആ പെണ്ണിനുണ്ടാവും. കാരണം അവളാണ് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവര് ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്താലും റെസ്റ്റ് ഇല്ല. കാരണം രാത്രി കുട്ടി ഉറങ്ങാതിരിക്കുന്ന ഘട്ടത്തിൽ ഉമ്മ ഉറക്കൊഴിക്കേണ്ടി വരുന്നു. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല അല്ലെ. രാത്രി അവർ ഉറങ്ങാതെ കുട്ടിയെ പരിചരിക്കുകയാണ്. എന്നിട്ട് രാവിലെ അല്പസമയം ദീർഘമായി അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഉറങ്ങിക്കഴിഞ്ഞ് അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന അമ്മായിമാരുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ജുമ്മന്റെ കാര്യത്തിൽ പോയി സപ്പോർട്ട് ചെയ്യണ്ടേ, സഹായിക്കണ്ടേ. കാരണം ഈ ഭർത്താവ് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത് ഈ ഭർത്താവിന്റെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഉമ്മ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം അവിടെ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവളുടെ മനസ്സ് തകർന്നു. ഇത് പലപ്പോഴും സ്ത്രീകൾ ഷെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അംഗീകാരങ്ങൾ കിട്ടേണ്ടവരിൽ നിന്നും അംഗീകാരങ്ങൾ കിട്ടുക എന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ചെയ്തൊരു കാര്യത്തിന് ഒരാളൊന്ന് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് അതിലൂടെ നമുക്കുണ്ടാവാറുള്ളത്. ഇനി അംഗീകാരം തന്നിട്ടില്ലെങ്കിലും അഥവാ നൽകിയിട്ടില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കുക എന്നത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. കാരണം എത്രയോ റിസ്കുകൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഉമ്മമാർ അതുപോലെ തന്നെ ഭാര്യമാർ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പുരുഷന്മാർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ് അവർ. അപ്പോൾ അവർ ഒരുപാട് അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ അവർ ചെയ്ത ഒരു കാര്യത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ശാരീരികമായും മാനസികമായും ഒരുപാട് അവരെ തകർത്ത് കളയുമെന്നതിൽ യാതൊരു സംശയമില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ സർ പറഞ്ഞു വെച്ചൊരു കാര്യം, പ്രസവത്തിനൊക്കെ ശേഷം സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ശരീരത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ
നമ്മൾ അതിന് ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ അവരെ അംഗീകരിക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനാണ് നമ്മൾ വേണ്ടത്. കാരണം നമ്മുടെ കുട്ടികളെ പോറ്റുന്നത്, നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്നത്, നമുക്ക് വേണ്ടി ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ വീടുകൾ സജ്ജീകരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഭാര്യമാരും ഉമ്മമാരുമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങൾ കൊടുക്കാൻ പുരുഷന്മാരായ നമുക്ക് സാധിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടും ഉപ്പമാരോടും ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ വീട് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ മകന് ജന്മം നൽകി തൊട്ടടുത്ത സമയങ്ങളിൽ ഏറ്റവും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ചൊരു കാര്യം, ഒരല്പം വൈകിയാൽ അതിൻ്റെ പേരിൽ വീട്ടിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും ഭർത്താക്കന്മാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളതാണ്. കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ കൂടി അതിലൊരു റോളൊക്കെ അല്ലേ ശരിക്കും? അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു നമ്മുടെ വീട്ടില് ഒരു കുടുംബിനിയായി അല്ലെങ്കിൽ ഭാര്യയായി കടന്നു വരുന്ന പെൺകുട്ടി അവൾ ഒരു മകളാണല്ലോ. അതായത് അവളുടെ വീട്ടിൽ അവളുടെ ഉപ്പന്റെയും ഉമ്മന്റെയും പുന്നാരം അല്ലെങ്കിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടി വളർന്ന് അവളെ പറിച്ചു നടുകയാണ്. സ്വാഭാവികമായിട്ട് പ്രായമാവുന്ന ഘട്ടത്തിൽ ഒരു പുതിയ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കുന്നു. ഈ പറഞ്ഞയക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്കാരമുള്ള ഒരു വീടാണെങ്കിൽ ആ പെൺകുട്ടി ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അതൊക്കെ അവള് സഹിച്ചുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ സപ്പോർട്ട് ആ വീട്ടിൽ കിട്ടേണ്ടത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നാണ്. ഭർത്താവാണ് ആ പെൺകുട്ടിയെ ഏറ്റവും വലിയ അംഗീകാരം നൽകിക്കൊണ്ട് സംരക്ഷിക്കേണ്ടത്. ആ സംരക്ഷണം എന്നുള്ളത് അവൾക്ക് ഫീൽ ചെയ്യണം. കൺസിഡറേഷൻ, പരിഗണന, അല്ലെ? എന്റെ ഭർത്താവ് എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾ ബോധ്യപ്പെടണം. അപ്പൊ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാല് രോഗമാവുന്ന ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച്, അല്ലെ, രോഗമാവുന്ന ഘട്ടങ്ങളിലാണ് കൂടുതൽ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും ചില ഭർത്താക്കന്മാര് ഈ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കേൾക്കാറേയില്ല, അല്ലെ? ശാരീരികമായ അവശതകൾ അവർ അനുഭവിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കാണുന്ന ഒരു സംഗതി, സ്വന്തം കാര്യം മറന്നുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഭാര്യമാർ എന്ത് ചെയ്യുന്നത്, മക്കളെ പോറ്റുന്നത്. അവര് ഭക്ഷണം കഴിക്കുക എല്ലാവരും കഴിച്ചതിന് ശേഷമാണ്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്ക് ലഞ്ച് ആണെങ്കിലും എല്ലാവരും കഴിച്ചതിന് ശേഷം, കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം അലക്കി തിരുമ്പി വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് 4 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാ? അവര് സ്വന്തം കാര്യം മറക്കുകയാണ്. ഇത് അവർക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവരോട് പറഞ്ഞു കൊടുത്താലും തന്നെ അവരത് അംഗീകരിക്കില്ല. കാരണം അവര് പറയാം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് കുട്ടി അവിടെ പിന്നെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും, അപ്പിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട് മലിനമായിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് സമയത്ത് ഇടപെട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അമ്മായിമ്മയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ശാസനം ഉണ്ടായിരിക്കും. ഭർത്താവിന്റെ ഭാഗത്തുനിന്നും അതുപോലെ പ്രായം ചെന്ന ഉപ്പയാണ് വീട്ടിലുള്ളതെങ്കിൽ ഉപ്പന്റെ ഭാഗത്തുനിന്നും ഉപ്പ പോലും മനസ്സിലാക്കുന്നില്ല ഈ പെൺകുട്ടി എത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ പിന്നെ പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല. കാരണം പണ്ടെല്ലാം അമ്മി ഉണ്ടായിരുന്നു, ഉരലുണ്ടായിരുന്നു, അല്ലെ? അതുപോലെ വെള്ളം മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിണറിന്റെ അടുത്ത് പോയിട്ട് കപ്പിയും കയറും ഉപയോഗിച്ചിട്ടാണ് വെള്ളം മുക്കിയിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. യാന്ത്രികമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ വീടുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറല്ല. അപ്പൊ ആ ഒരു മോഡിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ ഈ പെൺകുട്ടികൾ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കില്ല. അപ്പൊ അവിടെ പെൺകുട്ടി കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണ്. അതായത് തന്റെ ഭാര്യ 1, 2, 3 പ്രസവങ്ങളൊക്കെ കഴിഞ്ഞ് അവളുടെ വയറ് ചിലപ്പോൾ തൂങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ വയറിൽ പാടുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ പാട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അവൾ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിൽ അവള് ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചൊറിഞ്ഞിട്ടുണ്ടാവും. ചെറിയ വളരെ സുതാര്യമായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചർമ്മത്തില് ചെറിയ രൂപത്തിൽ അവള് മാന്തിയിട്ടുണ്ടെങ്കിൽ ആ പാട് പിന്നെ പ്രസവത്തിന് ശേഷവും അവിടെ അവശേഷിക്കുകയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറണമെന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം, അത് സമയമെടുക്കും. എന്നാൽ ഈ ഭർത്താവ് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പൊ ഈ പെണ്ണ് ഇതും മുഖേന അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അവളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കാൽസ്യം നഷ്ടപ്പെടുന്നു, അല്ലെ? നമുക്കറിയാം, ഒരു പെണ്ണ് ഗർഭം ധരിച്ച് പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ മുലയൂട്ടുമ്പോൾ ഒരു പെണ്ണാണ് അവളുടെ ജീവിതം പൂർണ്ണമായി ഹോമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യപ്പെടുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്. ഇത് ഭർത്താക്കന്മാർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. മുലയൂട്ടുന്ന ഘട്ടത്തിൽ ഒരു പെണ്ണിനുണ്ടാവുന്ന മാനസികമായ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ ആ പ്രയാസങ്ങളിലൊക്കെ നീ ഇത്രത്തോളം എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, ആ ഒരു അംഗീകാരം, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ആ അംഗീകാരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു സുരക്ഷിതത്വ ബോധമാണ് വീട്ടിൽ കൊടുക്കേണ്ടത്. അത് ഭർത്താവ് മാത്രം കൊടുത്താൽ പോരാ, അമ്മായിമ്മയുടെ ഭാഗത്തുനിന്നും കിട്ടണം. കാരണം അമ്മായിമ്മ
മനസ്സിലാക്കുന്നത് ഞാനൊന്നും കെയർ ചെയ്യേണ്ടതില്ല, അതൊക്കെ അവളുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം. എന്നാൽ അമ്മായിമ്മക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാതിരിക്കുന്നു. കാരണം സ്വന്തം മകൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മകൾക്ക് വേണ്ടിയിട്ട് മരുമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അമ്മായിമ്മമാരുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു മകളല്ലേ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ മകളുടെ ആ ഒരു രൂപത്തിൽ തന്റെ മരുമകളെ കണ്ടുകൊണ്ട് അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇനി പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു ഭർത്താവ് അല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡഡ് ആണെന്ന് വിചാരിക്കുക, ചില ഭർത്താക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും താനും. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഈ ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് ഭർത്താവിനോട്, സ്വന്തം മകനോട് ഈ കുട്ടിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് എനിക്ക് വേണ്ടത്ര സംരക്ഷണം എന്റെ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് കിട്ടുന്നു വരുമ്പോ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എത്ര മാനസികമായ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവും. ഈ കുടുംബ ജീവിത മാനസിക പിരിമുറുക്കത്തിൽ നിന്ന്, ദാമ്പത്യ ജീവിതം മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മുക്തമാവണമെങ്കിൽ എല്ലാവരും മനസ്സ് വെക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് അതിൽ വലിയൊരു ഘടകമാണ്. ഇവിടെ ഒരു പെണ്ണ് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് റോളുകളിൽ തങ്ങളുടെ ജീവിതം കാഴ്ചവെക്കേണ്ട, അല്ലെങ്കിൽ തങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒരേ സമയം ഒരു മകളുടെ റോൾ അവർക്കുണ്ട്, ഒരു ഭാര്യയുടെ റോൾ അവർക്കുണ്ട്, അതുപോലെ തന്നെ ഒരു മരുമകളുടെ റോൾ അവർക്കുണ്ട്, ഒരു ഉമ്മയുടെ സ്ഥാനം, ഒരു ഉമ്മയുടെ റോൾ അവർക്കുണ്ട്. ഇത്രയും റോളുകൾ ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സ്ത്രീകൾക്കേ സാധിക്കൂ എന്നുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇതെല്ലാം അവർ ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് നമ്മോട് പറഞ്ഞത്, ഭർത്താക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ആനന്ദകരമായ, സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർ, ഇപ്പോൾ 2-3 മക്കളൊക്കെ ആയതിനു ശേഷം ഭർത്താക്കന്മാർ കമ്പാരിസൺ നടത്തി, അല്ലെങ്കിൽ ഒരു പരിഗണന നൽകാതെ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർബന്ധിക്കുക. ഈ സ്ത്രീ 3 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും. ആ കുട്ടികളൊന്നും പരിചരിക്കാൻ വേണ്ട അല്ലെങ്കിൽ ആ പരിചരിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർക്ക് വേണ്ട ഒരു പരിഗണന ഒരു പക്ഷേ കൊടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും അതിൻ്റെ പേരിൽ ചീത്ത വിളിക്കുകയും മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ചില കമൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഭർത്താവ് ആരാണ് എന്ന് അയാൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഭർത്താവ് എന്ന് പറഞ്ഞാല് ഒരു രക്ഷിതാവ് കൂടിയാണല്ലോ. ഈ കുട്ടിയെ പോറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഉമ്മയുടേത് മാത്രമല്ല. ആ കുട്ടി ജന്മമെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഹനൻ അലാ വഹൻ, ഖുർആൻ പറഞ്ഞല്ലോ, ക്ലേശത്തിന് മുകളിൽ ക്ലേശം സഹിച്ചിട്ടാണ് ഗർഭധാരണം, മുലയൂട്ടൽ, ഇതൊക്കെ നടക്കുന്നത്. ഇതിലൊന്നും പുരുഷന് പങ്കില്ല. എന്നാൽ ഇതൊക്കെ നിർവഹിക്കുന്ന ഘട്ടത്തിലും പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അത് പുരുഷൻ തന്നെ ചെയ്യേണ്ടതില്ലേ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സപ്പോർട്ടാണ് അല്ലേ. ഓരോ കാര്യങ്ങളും ഇപ്പോൾ വീട്ടിലുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഇടപെടാൻ പുരുഷന് സാധിക്കും. അടുക്കള ജോലിയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭാര്യ തന്നെ ചെയ്യണം. ഇപ്പോൾ മകൻ വീട്ടില് എന്തെങ്കിലും അടുക്കള ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാലനത്തിലോ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ അടുക്കള ജോലിയിലോ തന്റെ മകൻ ഇടപെടുന്നത് ഉമ്മക്ക് ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഉമ്മ കണ്ണുരുട്ടും, നീ എന്തിനാ പണി ചെയ്തിട്ട് അവളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവള് നിന്നെ പണിയെടുപ്പിക്കുന്ന അവസ്ഥ നീ എന്തിനാ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ഉമ്മ മനസ്സിലാക്കുന്നില്ല, 2-3 കുട്ടികളൊക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ മാറ്റമില്ലാതെ 1 വയസ്സിന്റെ 2 വയസ്സിന്റെ ഡിഫറൻസ് ആണ് ഈ കുട്ടികൾക്ക് ഉള്ളത് എങ്കിൽ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ജിഹാദാണ്. ഇവിടെ ആ ഒരു സപ്പോർട്ട് പുരുഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറെ സന്തോഷം അവൾക്ക് ഉണ്ടാവും. ഇത് ചെയ്യുന്നതിന് ബദൽ തങ്ങളുടെ ലൈംഗികമായ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവാത്ത ഘട്ടം, അത് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഗർഭം ചുമന്ന് പ്രസവം നടന്നു കഴിഞ്ഞാൽ അതുവരെ ഒരു കുട്ടിയില്ലാത്ത സമയത്ത് ഭർത്താവിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ക്വാളിറ്റി ടൈം അവൾ ചിലവഴിച്ചിട്ടുണ്ടാവും, ടൂർ പോയിട്ടുണ്ടാവും, അദ്ദേഹം വിളിക്കുന്ന ഘട്ടത്തിലൊക്കെ അവൾ ചെന്നിട്ടുണ്ടാകും. ഇതിനൊക്കെ അവൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പുതിയ കുഞ്ഞ് ആ വീട്ടിൽ എത്തുന്നതോടുകൂടി അവളുടെ സമയം ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇത് ഭർത്താവ് മനസ്സിലാക്കണം. 2-3 കുട്ടികളാണെങ്കിൽ പറയും വേണ്ട. കാരണം ആ വീട് നോക്കേണ്ടതുണ്ട്, കുട്ടികളെ നോക്കേണ്ടതുണ്ട്. ഈ കുട്ടികൾ ഉറങ്ങിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യാപൃതമാവാൻ അവൾക്ക് സാധിക്കുള്ളൂ. കാരണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെക്സ്വൽ ആക്ട് എന്ന് പറയുന്നത്, ലൈംഗികമായിട്ടുള്ള ആ ഒരു ഇന്റർകോഴ്സിലേക്ക് എത്തണമെങ്കിൽ അവൾക്ക് വേണ്ടത്
ആ ഒരു നിർഭയത്താണ്, സുരക്ഷിതത്വ ബോധമാണ്. മക്കൾ ഉറങ്ങാതെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൈകാരികത പൂർത്തീകരിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടോ, ബെഡ്റൂമിലുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഭാര്യ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സമ്മതം മൂളുന്നത്. അപ്പൊ അവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ഭാര്യക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ അടുക്കള ജോലി പൂർത്തീകരിക്കാതെ ബെഡ്റൂമിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പെണ്ണിന് സാധിക്കില്ല. കാരണം അവൾക്ക് സെൻസ് ഓഫ് ഗിൽറ്റിനെസ് ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവള് പറയും, ഞാൻ ഈ കുട്ടികളുടെ ഒന്ന് ഉറക്കിക്കളയട്ടെ, അല്ലെങ്കിൽ എന്റെ ജോലി പൂർത്തീകരിക്കട്ടെ. ആ സമയത്താണ് ഭർത്താവ് അവിടെ പോയിട്ട് അടുക്കളയിലൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അവൾക്ക് എളുപ്പമുണ്ടായിരിക്കും. ഇത് പലപ്പോഴും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് നേരത്തെ ഉറങ്ങണം, നേരത്തെ ഭക്ഷണം കിട്ടണം, കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഈ കുട്ടി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാലും എന്റെ സമയം തെറ്റാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ പുരുഷന്മാർ കാണിക്കുന്ന ഒരുപാട് അപാകതകൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഒരു കൗൺസിലറുടെ മുമ്പിൽ എത്തുമ്പോഴാണ് അവര് മനസ്സ് തുറക്കുക. അല്ലെ, ഭർത്താവ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. ആ കുറ്റപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്റെ ഭാര്യ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു എമ്പതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതിയോടുകൂടി കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ വരുന്നതാണ് പല മാനസിക പ്രശ്നങ്ങൾക്കും തുടർന്ന് ശാരീരിക രോഗങ്ങൾക്കും കാരണമായി തീരുന്നത്. പെണ്ണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ മുമ്പിലും ഷെയർ ചെയ്യില്ല. അത് അവളെ അടക്കി പിടിക്കും, എന്നിട്ട് അവസാനം പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിൽ അവൾക്ക് പ്രഷർ കൂടിയിട്ടുണ്ടാവും, ഡയബറ്റിക് ആയിട്ടുണ്ടാവും, അതുപോലെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ പേറുന്ന ഒരു ഇൽനെസിന്റെ ഒരു വാഹകയായിട്ട് അവൾ മാറുകയാണ്. ഇത് ഇവിടെ പുരുഷന്റെ അഭാവം അല്ലെങ്കിൽ അപാകത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതെ അതെ. ഇവിടെ സർ നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ നമ്മൾ ഹദീസുകളിലൂടെ ഒരുപാട് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തുള്ള സമൂഹമാണ് നമ്മൾ. അപ്പോൾ അതിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിറക് ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഭാര്യമാരെ സഹായിച്ചിട്ടുണ്ട്, അല്ലേ? അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ഇത് കേൾക്കാനും പറയാനും പഠിപ്പിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ പ്രാവർത്തികമായി ഇതുപോലെയുള്ള വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, നമുക്ക് ഭാര്യമാരെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ എന്നില്ലല്ലോ, ഒരിക്കലും. അത് നമുക്ക് മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ ഈ വിഷയങ്ങൾ കാണാൻ പറ്റും, റസൂലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമ്മുടെ ഭാര്യമാരെ സഹായിക്കാം. അതുകൊണ്ട് നമ്മുടെ സ്ഥാനമോ പദവിയോ ഒരു കാരണവശാലും താഴുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഉയരുകയാണെന്നാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നവർ എന്നാണ്. നാടുകളിൽ, അങ്ങാടികളിൽ, മറ്റു സ്ഥലങ്ങളിൽ, പൊതുജനങ്ങൾക്ക് മധ്യമൊക്കെ നമുക്ക് ഒരുപാട് നിലയും വിലയും ഉണ്ടാവും. നമ്മുടെ വീടുകളെത്തിയാൽ നമ്മെക്കുറിച്ച് എന്ത് പറയുമെന്നുള്ളത് കൂടി ഒരു വലിയ ചോദ്യമാണ്. അഥവാ നമ്മുടെ ഭാര്യമാർക്കിടയിൽ നമ്മുടെ വില എന്താണ്, ആ വില നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പഠനം നടത്തുന്ന പെൺകുട്ടികളുണ്ട്, അപ്പൊ അവര് ഗർഭം ധരിച്ച കുട്ടികളുണ്ടായി, 1-2 കുട്ടികളുണ്ടായി. അപ്പൊ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PG സ്റ്റഡീസിനായിരിക്കും ചിലപ്പോ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ഭാഗത്ത് അവർ ജോലി ചെയ്യുന്നു, മക്കളെ പരിപാലിക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, വീട് പരിചരിക്കുന്നു, എല്ലാം ചെയ്യുന്നത് ഈ സ്ത്രീകളാണ്. അപ്പൊ ഈ ഒരു അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല. ഇത് ഉണ്ടാക്കുന്ന പിരിമുറുക്കം വളരെ വലുതല്ല. കാരണം പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സെമസ്റ്റർ സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഒരു അക്കാദമിക് ഇയർ 2 സെമസ്റ്റർ ഉണ്ടാവും, പെട്ടെന്ന് പരീക്ഷകൾ ഉണ്ടാവും, അവിടെ ഇന്റേണൽ പരീക്ഷ ഉണ്ടായിരിക്കും, അവരെ അസൈൻമെന്റ് ഉണ്ടാവും, പ്രോജക്റ്റ് ഉണ്ടാവും. ഇതൊക്കെ പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ കരിയറിനെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കും അവളുടെ ജോലികൾ ചെയ്യുന്നത്. അപ്പൊ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിനുള്ള ഒരു മോറൽ സപ്പോർട്ട് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നീ ജോലിക്ക് പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ മിക്ക സ്ത്രീകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ അവർ എഴുന്നേൽക്കാണ്. അതിരാവിലെ എഴുന്നേറ്റിട്ട് നീ ഭർത്താവിന് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല എങ്കിൽ പ്രത്യേകിച്ച് എല്ലാ കാര്യവും ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത് പൂർത്തീകരിച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. കാരണം അവര് ആഗ്രഹിക്കുന്നത് ഒരു റിലാക്സേഷനാണ്, അല്ലെ? അവര് വീട്ടിൽ ഏത് സമയവും ഒതുങ്ങിക്കൂടുന്നതിന് ബദൽ, പ്രത്യേകിച്ച് പഠിച്ച പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു വലിയ കുറ്റബോധം ഉണ്ട്. എന്താണ്, ഞാൻ പഠിച്ച എന്റെ അറിവ് എവിടെയും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾ പഠനം നടത്തിയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലരും ജോലിക്ക് പോകുന്നുണ്ടാവും. ആ ജോലിക്ക് പോകുന്ന ഘട്ടത്തിൽ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എന്നാൽ അവൾക്ക് സ്വന്തമായി സമ്പാദ്യവും ഇല്ല, എന്നാൽ ഭർത്താവ് പൈസ കൊടുക്കൂല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്
നമ്മുടെ ഭാര്യമാർക്കുള്ള ആവശ്യങ്ങൾ അല്ലെ, അവർക്ക് വീട്ടിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും എല്ലാം കൊടുക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവും. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ് ഇല്ല. ഏണിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് പിടിച്ചു കുലുക്കപ്പെടുകയാണ്. എന്ത്, എനിക്ക് എന്റെ ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു PSC പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ചിന്തിക്കുകയാണ്. എന്നാൽ ഭർത്താവ് പറയുന്നത് നീ ഒരിക്കലും ജോലിക്ക് പോകണ്ട, എന്നാൽ അർഹമായിട്ടുള്ള ഒരു അംഗീകാരമോ പരിഗണനയോ, എന്നാൽ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പതിവോ പല ഭർത്താക്കന്മാർക്കും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു. ഇതിന് അവര് പ്രേരിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്വന്തമായ ഒരു വരുമാനം കിട്ടണം എന്നുള്ളതാണ്. ചില ഭർത്താക്കന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എവിടേക്കും പോകാൻ പറ്റില്ല, പുറത്തിറങ്ങാനേ പറ്റില്ല എന്നുള്ള ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോ ഓൺലൈനായിട്ട് വേണമെങ്കിൽ നീ ചെയ്ത പ്രശ്നമല്ല, എന്നാൽ ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി അധ്യാപനം നടത്തുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ പുരുഷൻ മനസ്സിലാക്കേണ്ടത് തന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുക എന്നുള്ളതും അവളെ കേൾക്കുക എന്നുള്ളതും അവൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. അല്ല എങ്കിൽ അവൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ വളർത്തപ്പെടുന്ന മക്കളിൽ യേശുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കമാണെങ്കിലും ടെൻഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മാനസിക രോഗങ്ങളാണെങ്കിൽ പോലും അത് ഈ ഭാര്യ അനുഭവിച്ച പ്രയാസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അത് ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പലപ്പോഴും ഇപ്പോൾ സ്ത്രീകൾ നമുക്ക് കിട്ടിയ ചില ചോദ്യങ്ങൾ വളരെ പരുക്കൻ സ്വഭാവത്തോട് കൂടിയിട്ടാണ് ഭർത്താവ് എന്നോട് പെരുമാറുന്നത്. സ്ട്രിക്റ്റാണ്, ഏതൊരു കാര്യത്തിലും സ്ട്രിക്റ്റാണ്. ഞാൻ എൻ്റെ കാര്യത്തിൽ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്, പക്ഷെ മക്കളുടെ കാര്യത്തിൽ, അത് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. പക്ഷെ മക്കളുടെ കാര്യം ഒരല്പം കൂടുതൽ ചെയ്യുമ്പോൾ പലപ്പോഴും ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് വളരെ കർശനമായി കാർക്കശ്യത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് എന്താ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇതെന്താ അറിയോ, ശരിക്കും പറഞ്ഞാല് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹം അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലെ. ഒരുക്കോ ഒരു സന്നദ്ധതയില്ലാതെ ഓരോ പെൺകുട്ടിയും കല്യാണം കഴിക്കപ്പെടുന്നു, ഭർത്താക്കന്മാർ കല്യാണം കഴിക്കുന്നു. ഇവിടെ ഒരു രക്ഷിതാവാകുന്ന ആൾ അറിയേണ്ട കാര്യങ്ങൾ അത് നേരത്തെ അറിയണ്ടേ. അതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ മനഃശാസ്ത്രം എന്ത്, ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രം എന്ത്, അത് ഭർത്താവ് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ പോകും അല്ലെ. അയാളുടെ ലൈംഗികമായ വൈകാരികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു ഉപകരണം മാത്രമാണ് തന്റെ ഭാര്യ എന്നുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലാണ് പുരുഷൻ സ്ത്രീയെ കാണുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നല്ല രൂപത്തിലുള്ള സമാധാനപൂർണമായ ഒരു ജീവിതം, ഒരു സമൂഹം, ഒരു രാജ്യം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ മാറേണ്ടത് പുരുഷൻ തന്നെയാണ്. ഭാര്യ മാത്രം മാറിയിട്ട് കാര്യമില്ല. കാരണം തന്റെ ഭാര്യക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് നിർബന്ധമായി കിട്ടണ്ടേ. അത് കിട്ടാതെ വരുമ്പോ അവര് ആകുലതകൾ ഉള്ളവരാകുകയാണ്. അതാണ് അവര് മറ്റ് പുരുഷനെ അന്വേഷിക്കുകയും മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോലും നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല. കാരണം 2 3 പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മുഖേന ആദ്യം ഉണ്ടാവുന്ന ആ ഒരു ഭംഗി, ആ ഒരു ചുറുക്ക് അപ്പൊ ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായിട്ട് ഇയാളുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരികമായ ബന്ധം അവസാനിക്കുകയാണ്. എന്നാൽ ഈ പുരുഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്റെ ഭാര്യ പ്രസവിച്ചത് എനിക്ക് കൂടി വേണ്ടിയാണ്, എന്റെ മക്കളുടെ ഉമ്മയാണ്. അപ്പൊ അവള് ഈ ഒരു പ്രോസസ്സിലേക്ക് പോയ ഘട്ടത്തിൽ അവൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല ഈ മാറ്റം ഉണ്ടായത്. അവളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അവളുടെ ശരീരത്തിന് സംഭവിച്ച അപജയങ്ങൾ, ഇതൊന്നും അവൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജീവിതത്തിന്റെ ഭാഗമായി പ്രകൃതമായി കൊടുത്താണ്. അപ്പോ അത് ഞാനുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ മുന്തിയ പരിഗണന ആ പെണ്ണിന് കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുപോലെ മെനോപോസ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പെണ്ണ്, ആർത്തവ വിരാമത്തിലേക്ക് എത്തുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്തും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലൈംഗികദാഹം, ലൈംഗികമായ അഭിനിവേശം അവസാനിക്കുന്നില്ല. അപ്പൊ അതിന് വഴങ്ങാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ടെക്ക് ഓഫ് വാർ ഉണ്ടാവുകയാണ് അല്ലെ, കുറ്റപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായി കിട്ടണം, എന്നാൽ എന്റെ എതിർ കക്ഷിയായിട്ടുള്ള എന്റെ ഭാര്യ, അവളുടെ മാനസികാവസ്ഥ എന്ത്, അവളുടെ ശാരീരികാവസ്ഥ എന്ത്, അവൾ രോഗിയാണോ ആരോഗ്യവതിയാണോ
ഇനി അവളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രസവം നടക്കുന്ന സമയത്ത് നല്ല ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, നട്ട്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, എല്ലാം കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ പ്രസവത്തിന് ശേഷം മുലയൂട്ടുന്ന ഘട്ടത്തിൽ അതുപോലെ തന്നെ പരിചരണം ആവശ്യപ്പെടുന്നവരാണ് ഒരു പെണ്ണ്. ഇതെല്ലാം അവൾ ചോദിക്കണം എന്നില്ല, കണ്ടറിഞ്ഞ് പുരുഷൻ ചെയ്തു കൊടുക്കണം. കാരണം അവൾ ഒരു കുട്ടിയെ പോറ്റുകയാണ്. ആ കുട്ടിയെ പോറ്റുമ്പോൾ അവളുടെ മുലപ്പാലാണ് കുട്ടി കുടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ പോറ്റുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആരോഗ്യം വേണം. അവൾ ഉറക്കൊഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലയിൽ പുരുഷന്റെ ശ്രദ്ധ വേണം. അവന് പലപ്പോഴും ചെയ്യുന്ന എന്താ, ജോലിക്ക് പോകുന്നു, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നു, എന്നിട്ട് പറയുന്നു ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയമാണ്. നിങ്ങൾ അധ്യാപകനാണ്, ഞാനും അധ്യാപകനാണ്. പലപ്പോഴും PTA മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ PTA മീറ്റിംഗിൽ ആരാ വരാറുള്ളത്? 99% സ്ത്രീകളാണ്. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്നതും അന്വേഷിക്കുന്നതും ആ കാര്യത്തിൽ ഇടപെടുന്നതും സ്ത്രീകൾ തന്നെയാണ്, ഉമ്മമാർ തന്നെയാണ്. ഒരു സംശയം വേണ്ട. അത്രമാത്രം അവർ ജാഗ്രത പുലർത്തിയത് കൊണ്ടാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിലെത്തുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം പുരുഷൻ, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോ എന്റെ മക്കളെ സംരക്ഷിക്കുന്നത് എന്റെ ഭാര്യയാണ്. അപ്പൊ ആ പെണ്ണിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് ഇത്ര മടി കാണിക്കുന്നത്? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നൽകേണ്ട നമ്മൾ ചെയ്യേണ്ട, നമ്മൾ നിർവഹിക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിർവഹിക്കുന്നത് നമ്മുടെ ഭാര്യമാരാണ്. ആ ഭാര്യമാരെ അംഗീകരിച്ചേ പറ്റൂ. അവർക്ക് നൽകേണ്ട വിലയും നിലയും അംഗീകാരങ്ങളും നമ്മൾ കൊടുത്തേ മതിയാവൂ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ലൊരു ആസ്വാദകരമായ നല്ലൊരു കുടുംബാന്തരീക്ഷം നമ്മൾക്കുണ്ടാവൂ. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വളർത്തലുമായി ബന്ധപ്പെട്ട്, രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ടും സ്ത്രീകൾക്ക് ഒരുപാട് ആകുലതകളുണ്ട്, പരാതികളുണ്ട്. പലപ്പോഴും ഭർത്താക്കന്മാർ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും അവരുടെ കാര്യം, ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യത്തിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും പലപ്പോഴും ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല. ഇനി ഞാൻ അഥവാ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് പോലും പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കുറെ പരാതികൾ. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗോൾ ഓറിയന്റേഷൻ ഇല്ല, ലക്ഷ്യബോധമില്ല. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എൻ്റെ കോളേജിൽ നടക്കുകയാണ്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്, എന്താ, വാട്ട് ഈസ് ദി ഗോൾ ഓഫ് യുവർ എഡ്യൂക്കേഷൻ, വാട്ട് യു വാണ്ട് ടു ബി, നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പല കുട്ടികൾക്കും കൃത്യമായ ഉത്തരമല്ല. കാരണം മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു എന്നല്ലാതെ സ്വന്തമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി വരുന്നില്ല. ഇതുണ്ടാക്കേണ്ടതാരാ? പാരന്റ്സ് ആണ്. അവർ നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നല്ല ബാഗ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പൈസയും കൊടുക്കുന്നുണ്ട്, നല്ല മൊബൈലും കൊടുക്കുന്നുണ്ട്. ഇതാണോ ഉത്തരവാദിത്വം? നമ്മുടെ മക്കൾക്ക് കൃത്യമായ ലക്ഷ്യബോധം നിർണ്ണയിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുമ്പോൾ പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ രക്ഷിതാവ് അവിടെ എത്തിയിരിക്കും. ഉമ്മയെ മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഇന്ന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന, ആൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഷെയർ ചെയ്യേണ്ടത് അവരുടെ രക്ഷിതാവിനോടല്ലേ. അത് ഉപ്പാനെ കിട്ടാറുണ്ടോ അത് പറയാൻ? വീട്ടിൽ ഉപ്പുണ്ടാവില്ല, അതും ഷെയർ ചെയ്യപ്പെടുന്ന ഉമ്മയോടാണ്. ഈ ഉമ്മ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപ്പാനോട് പറഞ്ഞാൽ ഉപ്പ പറയും, ഇപ്പോ ക്ഷീണിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങട്ടെ, അല്ലേ, നാളെ പറയാന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് ഇയാൾക്ക് എണീറ്റ് പോകാൻ സമയമായി. അപ്പൊ ഈ ഭാരങ്ങൾ മുഴുവൻ പേറാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് സ്ത്രീകൾ മാറുന്നുണ്ട്. അത് അവരുടെ ആകുലതകളാണ്. ഈ ആകുലതകൾ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇത് കേൾക്കുന്ന സ്നേഹക്കൂട് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഗുണപരമായ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യയുമായി, മക്കളുമായി ഞാൻ നടത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുക. മാറാൻ നമ്മൾ തയ്യാറാവുക. വീക്ക്നെസ് ഇല്ലാത്ത ആരുമില്ല, കുറ്റങ്ങളില്ലാത്ത ആരുമില്ല. നമുക്കൊക്കെ ഉണ്ടാവും കുറ്റങ്ങൾ. അപ്പൊ ഒരാള് ഒരു ക്ലാസ്സിൽ കൂടി അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ കൂടി നമ്മെ തിരുത്താൻ ശ്രമിക്കുമ്പോ ഞാൻ മാറൂല, ഫാൾട്ട് മുഴുവനും എന്റെ ഭാര്യൻ്റെതാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ചേഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാറ്റം ഉൾക്കൊള്ളുക, ആ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഭർത്താവ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഏറ്റവും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീ ഒരു ഭർത്താവിൽ നിന്നും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, ഒരു ഗുണമില്ലേ? ആ ഗുണത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, കെയറിങ് ആണെന്ന് പറയാറുണ്ട്. അവർ പറയുന്നത് ലിസണിങ്, നന്നായി കേൾക്കുക എന്നുള്ള. അപ്പം അങ്ങനെയുള്ള 2-3 ടിപ്പുകൾ കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് അത് ഏറെ ഉപകരിക്കുമെന്ന് തോന്നുന്നു. 3 ഇങ്ങുകൾ ജീവിത വിജയത്തിനും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഭാസുരമാകാനും അനിവാര്യമാണ്. അതിലൊന്ന് കെയറിംഗ് ആണ്, 2 ലിസണിംഗ് ആണ്, 3 ഷെയറിംഗ് ആണ്. ഈ 3 ഇങ്ങുകൾ. കെയറിംഗ് എന്നുള്ളത് ദേ മസ്റ്റ് ഫീൽ ഇറ്റ്, അവർക്ക് ഫീൽ ചെയ്യണം എന്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എത്ര തിരക്കിലാണെങ്കിലും എന്റെ ഭർത്താവ് എന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കെയറിംഗ് ആറ്റിറ്റ്യൂഡ്.
ഈ കെയറിങ് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഫോൺ കോൾ അല്ലേ, ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അവളുടെ കാര്യത്തിലൊന്ന് വിളിച്ചിട്ട് നീ ഒരുങ്ങിയിട്ടുണ്ടോ, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ, കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടോ, ഉമ്മ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു 2 മിനിറ്റ് മതി. ആ ഒരു 2 മിനിറ്റ് ടോക്ക് നടത്താൻ വേണ്ടി നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവള് മനസ്സിലാക്കണം എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് അപ്രത്യക്ഷമാണെങ്കിലും എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യയെ ഓർത്തുകൊണ്ട്, മക്കളെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നല്ല ഫുഡ് അവർക്ക് കൂടി ഷെയർ ചെയ്യാം. അത് നമ്മുടെ ബാധ്യതയല്ലേ. കാരണം നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണ്? നീ ഉടുത്തിട്ടുണ്ടെങ്കിൽ വസ്ത്രം ധരിച്ചാൽ അവളെ ഉടുപ്പിക്കണം, നീ ഷെൽട്ടർ എടുത്താൽ അത് അവൾക്ക് കൊടുക്കണം, ഭക്ഷണം കഴിച്ചിട്ട് അവളെയും ഭക്ഷണം കഴിപ്പിക്കണം. ഇത് പലപ്പോഴും പല പുരുഷന്മാരും അവര് ആർഭാടമായിട്ട് നല്ല ഫുഡ് ഹോട്ടലിൽ പോയിട്ട് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും. എന്നാൽ മക്കളെയും അതുപോലെ തന്നെ ഭാര്യയും മറക്കുന്നവരുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കേണ്ടത് അവർക്ക് കൂടി അത് ഷെയർ ചെയ്യാന്നുള്ളത്. അതുപോലെ ഒരു നല്ല കേൾവിക്കാരനാവുക. പുരുഷന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും മിസ്സാവുന്ന കാര്യം അതാണ്. കാരണം സ്ത്രീ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് പറയാനുണ്ട്, പലതും നമ്മൾ കേട്ടുകൊടുത്താൽ മതി, അതിന് പരിഹാരം ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. പുരുഷനെപ്പോഴും ചിന്തിക്കുക എന്താ വെച്ചാൽ ഒരു പ്രശ്നം അവർ പറയുമ്പോഴേക്ക് പരിഹാരം കൊടുക്കണം എന്നാ. പക്ഷെ അവരത് ആഗ്രഹിക്കുന്നില്ല. സ്ത്രീയുടെ മനഃശാസ്ത്ര പ്രകാരം അവരെ ആഗ്രഹിക്കുന്നത് ഒന്ന് കേട്ടുകൊടുത്താൽ മതി അല്ലെ. തന്നെന്ന് എല്ലാം കേട്ടിട്ട് പിന്നെ തന്നെ അല്ലെ ആ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, തിരിച്ചും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഷെയറിങ്, കെയറിങ്, ലിസണിങ്, ഇതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ട സ്നേഹക്കൂട് പ്രേക്ഷകരെ, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിരിക്കുന്നു. ഏതായിരുന്നാലും അവസാനം പറഞ്ഞ ഒരു 3 കാര്യങ്ങളിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ്. അഥവാ കുടുംബത്തിൽ ഏറ്റവും നന്നായി സുന്ദരമായി പരസ്പരം ഐക്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പോകാനുള്ള 3 ടിപ്പുകളാണത്. ഒന്നാമത്തേത് കെയറിംഗ് ആണ്. ഭാര്യമാരെ അതുപോലെ തന്നെ കുട്ടികളെ കെയർ ചെയ്യാൻ പുരുഷന്മാരായ ഉപ്പമാരായ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ലിസണിങ് ആണ്. അഥവാ അവർക്കൊരുപാട് പറയാനുണ്ട്. മക്കൾക്കാവട്ടെ ഭാര്യമാർക്കാവട്ടെ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം കേട്ടുകൊടുക്കാൻ, അവർ പറയുന്നതൊന്ന് കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാനല്ല, മറിച്ച് കേട്ട് അതൊന്ന് അംഗീകരിച്ച് അതിനൊന്ന് തലയാട്ടുകയോ ഒന്ന് എന്ന് പറയുകയോ അതേയോ എന്ന് പറയുകയോ ചെയ്താൽ തന്നെ അത് വലിയ ഒരു അംഗീകാരമായിട്ടാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കാണുന്നതെന്ന്. മൂന്നാമത്തതായിട്ടുള്ളത് ഷെയറിംഗ് ആണ്. അഥവാ അവരിങ്ങോട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കും നമ്മുടേതായ അനുഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്തുണ്ടായ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ അത് നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതവർക്ക് വലിയ ആശ്വാസമാണെന്നാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല ഒരു കുടുംബാന്തരീക്ഷം നമ്മളിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. ഇസ്ലാമികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമുണ്ടാവണം. അതിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ചില സന്ദർഭങ്ങളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ പഠിക്കാനും നല്ല ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നല്ല ദീനിച്ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെയൊക്കെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവണം, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഉണ്ടാവണം. എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ഹിദായത്ത് തൗഫീക്ക് അതോടൊപ്പം തന്നെ പരലോക മോക്ഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.